വയനാട് കേണിച്ചിറയിൽ പശുക്കളെ കൊന്ന കടുവയെ മയക്കുവെടിവെക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കി. കേണിച്ചിറയിൽ പ്രതിഷേധം ശക്തം. പശുക്കളുടെ ജഡങ്ങളുമായി റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. എറണാകുളം മാടവനയിൽ കല്ലട ബസ് മറിഞ്ഞ അപകടം. ബസ്സിനടിയിൽ കുടുങ്ങിയ ബൈക്ക് യാത്രികൻ മരിച്ചത് ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റ്യൻ. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രികളിലേക്ക് മാറ്റി. മാടവനയിൽ സിഗ്നൽ ലംഘനം പതിവെന്ന് പ്രദേശവാസികൾ. ഇത് സ്ഥിരമാണ് ഇവിടെ ഈ സിഗ്നല്. ഒന്നാമത് ബസ്സുകാർ സിഗ്നൽ നോക്കൂല. ബസ്സുകാർ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള ബസ്സുകാർ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ നടക്കുന്ന ആൾക്കാരെ നോട്ടൊന്നുമില്ല. അമ്മാര് അവിടെ റെഡ് സിഗ്നലാണ് കടന്നു പോകും. കോട്ടയം കുറിച്ചി കാനാന പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ അടി. ഒരാൾക്ക് പരിക്ക്. സംഘർഷം മാർ സേവേറിയോസ് അനുകൂലികളും എതിർവിഭാഗവും തമ്മിൽ. സംഭവം സേവേറിയോസ് കുർബാന അർപ്പിക്കാനെത്തിയപ്പോൾ. വയനാട്ടിലെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് നിയുക്ത മന്ത്രി OR കേളു. പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കും. മന്ത്രിസഭയിൽ എത്തുന്നതിൽ സന്തോഷമെന്നും കേളു കേരള വിഷൻ ന്യൂസിനോട്. സത്യപ്രതിജ്ഞ വൈകിട്ട് 4-ന്. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി മുസ്ലിം ലീഗ് മുഖപത്രം. ഭരണപരാജയം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മനസ്സിലാക്കിയിട്ടും മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല. ചന്ദ്രികയുടെ മറുപടി പ്രതിവാര എഡിറ്റോറിയൽ പങ്ക്തി. മുഖ്യമന്ത്രി വിമർശനങ്ങൾ തുടരുന്നത് UDF-ന് ഗുണം ചെയ്യുമെന്ന് KM ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട്. വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. കാസർഗോഡ് കാലവർഷക്കെടുതിയിൽ വീട് തകർന്നു. T20 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ അഫ്ഗാന് അട്ടിമറി ജയം. ഓസീസിനെ മുട്ടുകുത്തിച്ചത് 21 റൺസിന്. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി സെമിക്കരികെ ഇന്ത്യ. യൂറോ കപ്പിൽ തുർക്കിയെ തോൽപ്പിച്ച് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വയനാട് കേണിച്ചിറയിൽ പശുക്കളെ കൊന്ന കടുവയെ മയക്കുവെടിവെക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കി. കൂടുവെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്.